نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ CM കിഡ്സിന്റെ അല്ലെങ്കിൽ LSSന്റെ മാത്സ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ പഠിച്ച് ഉഷാറായിട്ട് വരിക എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LSSന് അല്ലെങ്കിൽ CM കിഡ്സിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് അതേപോലെ അതിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കി അതേപോലെയുള്ള മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ പാഠത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഈ CM കിഡ്സിന്റെ ഫെബ്രുവരി 26-ാം തീയതി നിങ്ങൾക്ക് കയ്യിൽ കിട്ടാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. യെസ് ഗൈസ്, നമ്മുടെ CM കിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം ആണ്. ആ ഡ്രീം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രീം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി നമുക്ക് എന്തൊക്കെയാവോ അത് നമ്മൾ ശ്രമിക്കും. കാരണം ശ്രമം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. അപ്പൊ ശ്രമവും പരിശ്രമവും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ശ്രമം, പരിശ്രമം അല്ലെ, നന്നായിട്ട് ശ്രമിക്കുക, അതാണ് പരിശ്രമം അല്ലെ, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അപ്പോ ശ്രമിക്കുക, പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്നതാണ്, CM കിഡ്സിന്റെ കുട്ടികൾ എന്ന് പറയുന്നത് 4ാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് CM കിഡ്സിന്റെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മക്കളെ, നന്നായിട്ട് പഠിച്ചോളൂ. ഈ CM കിഡ്സ് നമുക്കുള്ളതാണ്. കഴിഞ്ഞ LSSന്റെയും അതിന് മുന്നത്തെ LSSനും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മുക്കാഭാഗം ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ തുടരുകയാണ്. ഓക്കെ, യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിന്റെ 2ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ആ പാഠത്തിന്റെ പേര് എന്ന് പറയുന്നത് ആയിരങ്ങൾ ചേരുമ്പോൾ എന്നാണ്. തൗസൻഡ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ഒന്നും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ലൈവ് കമന്റുകൾ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് താഴത്തൂടെ നമ്പർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ PDF-കൾ, നമ്മുടെ വീഡിയോകൾ, കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് മക്കളെ, ഒരു രൂപ പോലും നിങ്ങൾ തരണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതേപോലെ തന്നെ PDF-കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യെസ് ഗൈസ്, നമ്മൾ നേരെ പോവുകയാണ്. ആയിരങ്ങൾ ചേരുമ്പോൾ എന്ന് പറയുന്ന മാത്സിന്റെ 2ാമത്തെ യൂണിറ്റിലേക്ക്, വളരെ രസകരമായിട്ടുള്ള മാത്സിന്റെ 2ാമത്തെ യൂണിറ്റിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ നേരെ നിർത്തും. അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളും വളരെ ഉഷാറായിട്ടിരിക്കണമെന്ന് പ്രിയപ്പെട്ട മക്കളോട് അപേക്ഷിക്കുകയാണ്. യെസ് ഗൈസ്, നേരെ പോയിക്കൂടെ? ഓക്കെ, യെസ്, നേരെ പോവുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ആ ഒരു സംഭവം എന്താണ്, PDF കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. പിന്നെ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഷമീൽ തറോൽ എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ നെയിം പറയുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, യെസ് ഗൈസ്, നേരെ നമ്മൾ പോകുന്നു. 1ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏത്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ്? നമുക്കറിയാം, 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് അത് 9999 അല്ലെ, 9999 അല്ലെ. യെസ്, നമുക്കറിയാം, ആ ഒരു ഉത്തരം നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, 4 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് അത് 1000 ആണ്. 1000ന്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയാ വരിക? 1000ന്റെ താഴെ 999 ആണ്. അത് എത്രയാണ്? 3 അക്ക സംഖ്യയാണ് അല്ലെ. അപ്പൊ ഇതിനോട് ഒന്നുകൂടെ കൂട്ടിയിട്ട് 1000 അല്ലെ. 1000 ആണ് 4 അക്കത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ. 4 അക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 9999 അല്ലെ. 80 ഒന്ന് കൂട്ടിയാൽ എത്രയാവും? അത് 10000 ആയി പോകും. അപ്പൊ 5 അക്കാവും അല്ലെ. യെസ് ഗൈസ്, അപ്പൊ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 999 അല്ലെ, 999 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര? വാട്ട് ഈസ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് 1 to 999 1 കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതി കൊടുക്കാം. അത് എത്രയാണ്? 1000 ആണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ അല്ലെ. 999 1 കൂട്ടിയാൽ എത്ര? അപ്പൊ 10000 ആണോ 900 എന്നൊക്കെ പറയുമ്പോ അല്ലെ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല, അത് 1000 ആണ്. യെസ് ഗൈസ്, നമുക്കറിയാം 3 അക്കവും 4 അക്കവും 2 അക്കവും അല്ലെ, ഒരക്കവും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്.
അപ്പോ ഇതൊന്നും വലിയ സംഭവമായിട്ടുള്ള സംഭവം ഒന്നല്ല അല്ലെ. 4082 സംഖ്യാരൂപത്തിൽ എഴുതുക അല്ലെ. 4000 അല്ലെ. അതേപോലെ തന്നെ 82 അല്ലെ. അത് എത്രയാണ്? 4082 നമ്മൾ എങ്ങനെ എഴുതുന്നു? ഇങ്ങനെ എഴുതുന്നു. ഇതേപോലെ നമ്മളോട് പലതും ചോദിക്കാം അല്ലെ. 1010 എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതാം അല്ലെ. അതേപോലെ തന്നെ 4340 ഇതെങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? നമ്മളോട് എഴുതാൻ വേണ്ടി പറയും. നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും? അക്കത്തിൽ തന്നിട്ട്, അക്ഷരത്തിൽ തന്നിട്ട് അത് അക്കത്തിലേക്ക് ആക്കാൻ വേണ്ടി പറയും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം. യെസ് ഗൈസ്, മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? മനസ്സിലാവുന്നില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ 4 ചോദ്യത്തിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഒന്ന് വിചാരിച്ചോട്ടെ. യെസ് ഗൈസ്, അങ്ങനെ വിചാരിക്കുന്നു. നേരെ പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 5000-ഉം 300-ഉം 20-ഉം 7-ഉം കൂട്ടിയാൽ എത്ര? സിമ്പിൾ ആണ് അല്ലെ. സിമ്പിൾ ആണ്. 4 അക്കം, 3 അക്കം, 2 അക്കം, 1 അക്കം. നേരെ നമുക്ക് കഴിയാം. സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാം അല്ലെ. ഇതേപോലെ മറ്റുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. 4000 പ്ലസ് 400 പ്ലസ് 40 പ്ലസ് 4 എങ്ങനെ എഴുതും നമ്മള്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം ഇല്ലേ? എഴുതി കൊടുത്തൂടെ? ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ, ഇതേ ചോദ്യം കണ്ടോ നിങ്ങൾ? ഈ ചോദ്യത്തെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി കാൽക്കുലേറ്റ് ആക്കി എന്തെങ്കിലുമൊക്കെ ആക്കി കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ആക്കിക്കളും. റെഡി? യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഇവിടെ വെറുതെ ഞാൻ തെറ്റിട്ടോ. ചോദ്യം തെറ്റായിട്ടല്ല, അവിടെ ഒരു 6 കണ്ടപ്പോൾ തെറ്റിട്ടത്, മാറിപ്പോണ്ട. 7453 എന്ന സംഖ്യയിലെ 4ന്റെ സ്ഥാനവില, പ്ലേസ് ഓഫ് വാല്യൂ. വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് വാല്യൂ 4 in the 7400 അല്ലെ. 453 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 400 അല്ലെ. 400 400 അല്ലെ. നമുക്കറിയാം 7453 എന്ന സംഖ്യയിലെ 4ന്റെ സ്ഥാനവില എത്ര? 4ന്റെ സ്ഥാനവില 400 അല്ലെ. ഇതേപോലെ തന്നെ നമ്മളോട് ചോദിക്കുക 7ന്റെ സ്ഥാനവില എത്ര? നമുക്ക് എഴുതി കൊടുക്കാം. 5ന്റെ സ്ഥാനവില എത്ര? നമുക്ക് എഴുതി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. സിമ്പിൾ ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ചോദ്യങ്ങളാണ്. നേരെ പോകുന്നു നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. 2000-ന് തൊട്ടു മുമ്പുള്ള സംഖ്യ, വിച്ച് നമ്പർ കംസ് ജസ്റ്റ് ബിഫോർ 2000? 2000-ന്റെ തൊട്ടു മുൻപുള്ള സംഖ്യ 1999. അതൊന്നും ഏറ്റവും വലിയ സംഭവം ഒന്നല്ല. 2000-ന്റെ തൊട്ടു മുമ്പുള്ള, 1000-ന്റെ തൊട്ടു മുമ്പുള്ള സംഖ്യ എത്ര? 999, 999 അല്ലെ. 10000-ന്റെ തൊട്ടു മുമ്പുള്ള സംഖ്യ എത്ര? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഇല്ലേ? ഓക്കെ, റെഡി. ഇനി നെക്സ്റ്റ് നോക്കൂ. 8999-ന് തൊട്ടു പിന്നാലെ വരുന്ന സംഖ്യ ഏത്? ഇത് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വരുന്നുണ്ട്. അത് ഏതാണ് സംഖ്യ? വിച്ച് നമ്പർ കംസ് ജസ്റ്റ് ആഫ്റ്റർ, ബിഫോർ അല്ല മക്കളെ, ആഫ്റ്റർ 8999. 8999 എണ്ണിക്കഴിഞ്ഞിട്ട് അടുത്തത് എണ്ണുന്നത് ഏത് സംഖ്യയാണ്? അത് നമുക്കറിയാം. ഏതാണ് അത്? 9000 ആണ് മക്കളെ. പിന്നാലെ വരുന്ന സംഖ്യ കണ്ടോ? അപ്പോ അതിന്റെ ഇംഗ്ലീഷും കൂടി ഒന്ന് നോക്ക്. ആഫ്റ്റർ, പിന്നാലെ വരുന്ന, ചിലപ്പോൾ ഒരാൾ വിചാരിക്കും ബാക്കിൽ വരുന്ന സംഖ്യ ആണെന്ന് വിചാരിക്കും. തൊട്ട് പിന്നാലെ വരുമ്പോൾ ബാക്കിൽ വരുന്ന സംഖ്യ എന്ന് ചിലപ്പം വിചാരിക്കും. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് കൂടെ നോക്കാം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും അത് കഴിഞ്ഞിട്ടാണ്. ബിഫോർ എന്ന് പറഞ്ഞാലാണ് ബാക്കിൽ നിന്ന് നമ്മൾ പറയാം അല്ലെ. അപ്പൊ ആഫ്റ്റർ ആണ്. അപ്പൊ ആഫ്റ്റർ 8999-ന്റെ ആഫ്റ്റർ വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ 9000 അല്ലെ. സിമ്പിൾ. അതൊന്ന് കൂടുതലൊന്നും വിശദീകരിച്ച് വഷളാക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 6805 6805 അല്ലെ എന്ന സംഖ്യയിലെ 10കളുടെ സ്ഥാനത്തുള്ള അക്കം ഏത്? വിച്ച് ഡിജിറ്റ് ഈസ് ഇൻ ദ 10th place in 6805 അല്ലെ. അപ്പൊ ഈ 0 10കളുടെ സ്ഥാനത്ത് ഏതാ വരുന്നത്? 0 അല്ലേ വരുന്നത് അല്ലെ. ഒറ്റ 10 നമുക്കറിയാം. ഒറ്റ 10 100 1000 അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഒറ്റ 10 100 അപ്പൊ 10കളുടെ ഏതാ വരുന്നത്? 0 ആണ് വരുന്നത്. 6805 എന്ന സംഖ്യയിലെ 6805 എന്ന സംഖ്യയിലെ 10കളുടെ സ്ഥാനത്ത് ഇത് ഒറ്റ, ഇത് 10, ഇത് 100, ഇത് 1000 അല്ലെ. നമുക്കറിയാം 10 100 1000 നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിൽ 10ന്റെ സ്ഥാനത്ത് ഏതാ വരുന്നത്? 0 ആണ് വരുന്നത്. അത് എഴുതി കൊടുത്തു. 10 നൂറുകൾ ചേർന്നാൽ എത്ര 1000 ലഭിക്കും? 10 നൂറുകൾ ചേർന്നാൽ 10 100 10 × 100 10 100 എന്ന് പറഞ്ഞാൽ എത്രയാ? അതൊന്നുമില്ല, അത് 1000 ആണ്. 10 നൂറുകൾ ചേർന്നാൽ എത്രയാണ്? 1000 ആണ്.
സിമ്പിൾ ചോദ്യം അല്ലെ. 10 നൂറുകൾ ചേർന്നാൽ, ഇനി 100 നൂറുകൾ ചേർന്നാൽ എത്ര കിട്ടും? നമുക്ക് എന്ത് ചെയ്യാം, ഒരു 0 കൂടെ എക്സ്ട്രാ ചേർത്ത് വെക്കുക, 10,000 അല്ലെ. 100 നൂറുകൾ ചേർന്നാൽ 10,000. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. യെസ് ഗൈസ്, നെക്സ്റ്റ്. അപ്പൊ ഇത് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ഇതുവരെ. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, 4072 അല്ലെ, നമ്പർ കൺസ്ട്രക്ഷൻ ആണ് ഇത് കേട്ടോ. സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക അല്ലെ, എന്നീ അക്കങ്ങൾ ഓരോ തവണ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യ എഴുതുക. ഈ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം വലുതെന്ന് ചെറുത് കുറച്ച് നോക്കുക, അപ്പൊ വ്യത്യാസം കിട്ടും അല്ലെ. അപ്പോൾ 4 സംഖ്യകൾ നമുക്ക് തന്നു, അത് ഉപയോഗിച്ചിട്ട് നമ്മളോട് ഏറ്റവും വലിയ അല്ലെ, നോക്കൂ, using the digit 4072 only once, write the largest and smallest numbers possible, find the difference between these two numbers. ഈ 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് നമ്മൾ കാണണം. അതെങ്ങനെ കാണുന്നു? ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ നമ്മൾ മൈനസ് ചെയ്ത് നോക്കുന്നു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും ഇല്ലേ. ഇവിടെ നമുക്ക് ലാർജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത്. ഏറ്റവും വലിയ സംഖ്യ നമ്മൾ എടുക്കുന്നു, 7 എടുക്കുന്നു ഇല്ലേ. പിന്നെ എന്തെടുക്കുന്നു, അടുത്ത വലിയ സംഖ്യ നോക്കുന്നു, 4 എടുക്കുന്നു, 2 എടുക്കുന്നു, 0 എടുക്കുന്നു. ഇങ്ങനെ നമുക്ക് എഴുതാം. ചെറിയത് നമുക്ക് അങ്ങനെ എഴുതാം ഇല്ലേ. നോക്കൂ, നമുക്ക് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ സംഖ്യ, അക്കങ്ങളെ വലിയ ക്രമത്തിൽ എഴുതുക. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ ക്രമത്തിൽ. ചെറിയത് നോക്കൂ, ഏറ്റവും ചെറിയ സംഖ്യ 0 ആദ്യ സ്ഥാനത്ത് വരാൻ പാടില്ല. ഓട്ടെ, അപ്പൊ അടുത്ത സംഖ്യ 0 അല്ലാണ്ട് അടുത്ത സംഖ്യ നമുക്ക് എഴുതി കൊടുക്കുന്നു അല്ലെ. അടുത്ത സംഖ്യ എഴുതി കൊടുക്കും, 2, 0, 4, 7. അങ്ങനെ ഏറ്റവും സ്മോളസ്റ്റ് സംഖ്യ നമുക്ക് കിട്ടുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ? ഞാൻ പറഞ്ഞത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, അങ്ങനെ അതിന്റെ ഉത്തരം കിട്ടുന്നു. സിമ്പിൾ അല്ലേ. അപ്പൊ ഒരു 4 സംഖ്യകൾ തന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താൻ പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ സംഖ്യന്റെ ആ ക്രമത്തിൽ നമ്മൾ എഴുതുന്നു. ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ പറഞ്ഞാൽ ചെറിയ സംഖ്യന്റെ ക്രമത്തിൽ എഴുതിയാൽ മതി. പക്ഷെ അവിടെ 0 വരുമ്പോൾ ഒന്നാമത് 0 ചേർക്കാൻ നമ്മൾ പാടില്ല. പാടുണ്ടോ? പാടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും വലിയയിൽ നിന്ന് ചെറുതങ്ങോട്ട് കുറയ്ക്കുന്നു. പറഞ്ഞിട്ട് ഇങ്ങനെ ക്ഷീണം പിടിച്ചു. അടുത്തത് നെക്സ്റ്റ്, സ്ഥാനവിലയും വിപുലീകരണവും അല്ലെ. പ്ലേസ് വാല്യൂ ആൻഡ് എക്സ്പാൻഷൻ നമ്മൾ നോക്കുന്നത്. 6805 എന്ന സംഖ്യയെ ആസ്പദമാക്കി താഴെ പറയുന്നവ എഴുതുക. ഈ സംഖ്യയുടെ വിപുലീകരിച്ച രൂപം. ഇതിലെ 8ന്റെ സ്ഥാനവില. ഈ സംഖ്യയേക്കാൾ 100 കൂടുതലുള്ള സംഖ്യ ഏത് അല്ലെ. ഒന്ന് നോക്കാം നമുക്ക് ഇംഗ്ലീഷിൽ. ബേസ്ഡ് ഓൺ ദ നമ്പർ 6805 റൈറ്റ് ദ ഫോളോയിങ്. ദ എക്സ്പാൻഡഡ് from the form of the number, the expanded form of the number. ഓക്കെ, ഈ സംഖ്യയുടെ വിപുലീകരിച്ച രൂപമാണ്. അതേപോലെ തന്നെ what is the place value of 8? 8ന്റെ place value എന്താണ് ചോദിച്ചു. which number is 100 more than this number? അതായത് ഈ സംഖ്യയേക്കാൾ 100 കൂടുതലുള്ള സംഖ്യ ഏതെന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ വിപുലീകരിച്ച രൂപം എങ്ങനെ എഴുതുക നമ്മൾ? വിപുലീകരിച്ച രൂപം നമുക്ക് സിമ്പിൾ ആയിട്ട് അല്ലെ. നോക്കൂ, ഇവിടെ 6805. ഇതിന്റെ വിപുലീകരിച്ച രൂപം 6000 പ്ലസ് അല്ലെ. എങ്ങനെ നമ്മൾ എഴുതുന്നു? 800 പ്ലസ് 5. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അല്ലെ നമ്മൾ എഴുതി കൊടുക്കുന്നു ഇല്ലേ. നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് 8ന്റെ സ്ഥാനവില. 8ന്റെ സ്ഥാനവില എന്താ? 8ന്റെ സ്ഥാനവില അല്ലെ 800 അല്ലെ, 800 ആണ് അല്ലെ. ഓക്കെ, 100 കൂടുതലുള്ള സംഖ്യ 6805നോട് നമ്മൾ 100 കൂട്ടിയപ്പോ 6905 കിട്ടി. അതാണ് ഉത്തരം അല്ലെ. 100 കൂടുതലുള്ള സംഖ്യ അല്ലെ. ഈ സംഖ്യയേക്കാൾ 100 കൂടുതലുള്ള സംഖ്യ ഏത്? അതാണ് ചോദ്യം. അപ്പൊ നമ്മളോട് 100 കൂടുതലുള്ള സംഖ്യ ചോദിച്ചപ്പോ 6805 ആണ് എന്ത് നമ്മളുടെ സംഖ്യ. അതിനോട് 100 അധികരിപ്പിച്ച് നോക്കുക, കൂട്ടി നോക്കുക. അപ്പൊ എത്ര കിട്ടും? 6905. ഇത് പൊട്ടനും അറിയുന്നതല്ലേ, സിമ്പിൾ അല്ലേ. 5 മാർക്ക് വാങ്ങിച്ചൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. കറൻസി നോട്ടുകൾ. രാഹുലിന്റെ കയ്യിൽ താഴെ പറയുന്ന കറൻസി നോട്ടുകൾ ഉണ്ട്. 500 രൂപയുടെ 8 എണ്ണം. 500ന്റെ എത്ര എണ്ണ ഉള്ളത്? 500 × 8. പിന്നെയോ 100 രൂപയുടെ 6 എണ്ണം. 100 × 6. പിന്നെയോ 10 രൂപയുടെ 12 എണ്ണം. 10 രൂപയുടെ 12 എണ്ണം. അപ്പൊ ചോദിക്കുന്നത് രാഹുലിന്റെ കയ്യിൽ ആകെ തുക എത്ര? രാഹുലിന്റെ കയ്യിൽ അതായത് 8 നോട്ട്സ് ഓഫ് 500 rupees, 6 notes of 100 rupees, 12 notes of 10 rupees. What is the total amount he has എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് അത് എഴുതി കൊടുക്കാം സിമ്പിൾ ആയിട്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ 500ന്റെ 8, 100ന്റെ 6, 10ന്റെ 2 അല്ലെ. 500 രൂപയുടെ 8 നോട്ടുകൾ എത്രയാ? 4000. 100 രൂപയുടെ എത്ര നോട്ടുകൾ ഉണ്ട്? 6 നോട്ടുകൾ ഉണ്ട്, 600. 10 രൂപയുടെ 12 നോട്ടുകൾ 120. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 4000
അതേപോലെ തന്നെ 600 120 കൂട്ടുന്നു. അങ്ങനെ നമ്മൾ അതിന്റെ ഉത്തരം ഇവിടെ എഴുതുന്നു. ആകെ തുക എത്രയാണെന്നുള്ള എഴുതുന്നു. സിമ്പിൾ ആണ്. ഇതേപോലെ കറൻസി നോട്ടുകളുടെ എണ്ണം നമുക്ക് ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയിട്ട് എഴുതാം. 500ന്റെ 10 നോട്ടാക്കാം, നിങ്ങൾക്ക് അല്ല 500ന്റെ 2 നോട്ടാക്കാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ എഴുതി നോക്കാം. ഓക്കെ, യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. സംഖ്യാക്രമങ്ങളാണ്, നമ്പർ പാറ്റേൺസ് ആണ്. താഴെ നൽകിയിരിക്കുന്ന ക്രമം ശ്രദ്ധിച്ച് വിട്ടുപോയ സംഖ്യകൾ പൂരിപ്പിക്കുക, അതിന്റെ ക്രമം വിവരിക്കുക എന്നുള്ളതാണ്. അപ്പൊ 1050, 1100, 1150 എന്നാണ്. ഒബ്സർവ് ദ pattern and fill in the missing numbers. Also explain the rule of the pattern. ഇതിന്റെ റൂളും എക്സ്പ്ലെയിൻ ചെയ്യണം. മിസ്സിംഗ് നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണോ ഇതിന്റെ റൂളും കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ. വിട്ടുപോയ സംഖ്യകൾ എങ്ങനെയാ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? 1050, 1100 അല്ലെ. 1050, 100, 50 വെച്ച് ഇവിടെ നോക്കുന്നു 100, 150, 50 വെച്ച് എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂടി കൂടി പോവാണ്. 50 വെച്ച് കൂടി പോവാണ്. അപ്പൊ വിട്ടുപോയ സംഖ്യ നമുക്ക് 1150 50 കൂട്ടിയാൽ 1200. ഇവിടെ 1200 എഴുതാം, ഇവിടെ 1250 എഴുതാം, ഇവിടെ 1300 എഴുതാം. അപ്പൊ ഇതിന്റെ ക്രമം എന്താ, റൂൾ എന്താ? ഓരോ സംഖ്യയോടും 50 കൂട്ടിയാണ് അടുത്ത സംഖ്യ എഴുതിയിരിക്കുന്നത്. ആഡ് 50 to each number to get the next. ഓക്കെ അല്ലേ, സിമ്പിൾ ആണ്. ഇപ്പൊ സാറ്റേൺ ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ 2ാം ക്ലാസ് നിങ്ങൾ പഠിച്ചു വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈബ്രറിയിൽ 3250 പുസ്തകങ്ങളുണ്ട്. എത്ര പുസ്തകങ്ങളാണ് ടോട്ടല്? 3250 ടോട്ടൽ പുസ്തകങ്ങളാണ് ടോട്ടൽ ഉണ്ട്. ഓക്കെ, പുതിയതായി 750 പുസ്തകങ്ങൾ കൂടി വാങ്ങി. എത്ര പുതിയതായിട്ട് വാങ്ങി? 750 പുസ്തകങ്ങൾ കൂടെ പുതിയതായിട്ട് വാങ്ങി. ഇതിൽ 200 പുസ്തകങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. ഇപ്പോൾ ലൈബ്രറിയിൽ എത്ര പുസ്തകങ്ങൾ ബാക്കിയുണ്ട്? അതിൽ നിന്ന് 200 ബുക്ക് കുട്ടികൾക്ക് വിതരണം ചെയ്തു. ബാക്കി എത്ര ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ 3250 ബുക്ക് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിൽ വിചാരിക്കും ടോട്ടൽ 3250. അപ്പൊ 3250 എത്രയാ വിതരണം ചെയ്തത്? 200 വിതരണം ചെയ്യും. അപ്പൊ 3250 200 കുറച്ചാൽ മതിയോ എന്ന് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കും. പക്ഷെ അങ്ങനല്ല, 200 എണ്ണോ 750 എണ്ണം പിന്നെയും കൂടുതൽ വാങ്ങിക്കും. ഇപ്പൊ ടോട്ടൽ എത്രയായി? 3250ന്റെ കൂടെ 750 കൂടി കൂട്ടണം നമ്മൾ. അപ്പാണ് നമുക്ക് എന്ത് ചെയ്തത്? ഇതാണ് ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 3250 പുസ്തകങ്ങൾ ഉണ്ട് കൊടുത്തേക്ക്, പിന്നെ അടുത്തതായിട്ട് 750 പുസ്തകം കൂടെ വാങ്ങി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാ? 3250, 750. എന്നിട്ട് അതിൽ നിന്ന് 200 കുറച്ചാൽ നമുക്ക് കിട്ടും അല്ലെ. There are 3250 books in library. 750 more books were bought. Out of these, 200 books were distributed to students. How many books are remaining in the library now? എന്നാണ് സിമ്പിൾ ആയിട്ട്. ആദ്യം ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ 3250, പിന്നെ വാങ്ങിയത് 750. അപ്പൊ ടോട്ടൽ പുസ്തകങ്ങൾ 4000 ബുക്ക്. 4000 ബുക്കിന് 200 വിതരണം ചെയ്തു. 4000 200 വിതരണം ചെയ്താൽ എത്ര ബുക്കാണ് ബാക്കി ഉണ്ടാകുക? 3800 ബുക്കും കൂടെ ബാക്കി ഉണ്ടാകും. സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണ്. നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ഒരു സ്കൂളിലെ ലൈബ്രറിയിൽ 2500 കഥപുസ്തകങ്ങളും 1200 ശാസ്ത്ര പുസ്തകങ്ങളും ഉണ്ട് എങ്കിൽ ആകെ എത്ര ബുക്ക് ഉണ്ട്? എ സ്കൂൾ ലൈബ്രറി ഹാസ് 2500 സ്റ്റോറി ബുക്സ് ആൻഡ് 1200 സയൻസ് ബുക്സ്. ഹൗ മെനി ബുക്സ് ആർ ദർ ഇൻ ടോട്ടൽ? ടോട്ടൽ ബുക്ക് കാണാൻ എന്താ? 2500 ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1200 നമ്മൾ കൂട്ടി നോക്കുന്നു, എത്ര കിട്ടുന്നു? 3700 ഉത്തരം കിട്ടുന്നു. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100നും 110നും ഇടയിലുള്ള ഇരട്ട സംഖ്യകൾ. റൈറ്റ് ദ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 അല്ല, 1000നും 1010നും ഇടയിലുള്ള ഇരട്ട സംഖ്യകൾ. റൈറ്റ് ദ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 and 1010 അല്ലെ. എഴുതി കൊടുക്കുക. ഇരട്ട സംഖ്യകൾ എത്രയാ? 1000ന് 1002 അല്ലെ, 1002, അതേപോലെ തന്നെ 1004, 1006, 1008. ഇതാണ് ഇരട്ട സംഖ്യകൾ വരുന്നത്. ബാക്കിയൊക്കെ ഒറ്റ സംഖ്യയാണ് അല്ലെ. 4 ഇരട്ട സംഖ്യകളാണ് അതിനിടയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 500 രൂപയുടെ 8 നോട്ടുകളും 100 രൂപയുടെ 4 നോട്ടുകൾ ചേർന്നാൽ എത്രയാണ്? 500 രൂപയുടെ 8 നോട്ട് എത്ര? അതേപോലെ തന്നെ 100 രൂപയുടെ 4 നോട്ട് എത്ര? 100 രൂപയുടെ 4 നോട്ട് 400 അല്ലെ. 5 8 40 എത്രയാ? 4000 അല്ലെ. 4000. അപ്പൊ ഇത് ടോട്ടൽ എത്രയാ? 4400. സിമ്പിൾ. മനസ്സിലായോ? 500 രൂപയുടെ 8 നോട്ട് 4000, 100 രൂപയുടെ 4 നോട്ട് 400. ഇത് രണ്ടും കൂടെ കൂട്ടി 4400 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6784 എന്ന സംഖ്യയെ അക്ഷരത്തിൽ എഴുതുക. റൈറ്റ് ദ നമ്പേഴ്സ് 6784 ഇൻ വേർഡ്സ്. 6784 6784 അല്ലേ. സിമ്പിൾ. കഴിഞ്ഞോ? ഇനി അടുത്തത് 5,000ങ്ങളും 5 10കളും ചേർന്ന സംഖ്യ എത്ര? 5000വും അതേപോലെ തന്നെ 5000 അല്ലേ. പിന്നെയോ
5 10 5000 എന്ന് പറഞ്ഞാൽ 5000 5 10 എന്ന് പറഞ്ഞാൽ 50. അപ്പൊ ഇത് ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് 50 50 50 5050 അല്ലെ. നോക്കൂ, 5000 ചേർന്നാൽ എത്രയാ? അത് 5000. 5 10 ചേർന്നാൽ എത്രയാ? അത് 50 അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന സംഖ്യ എത്രയാ? 5050 50 50. സിമ്പിൾ. 9875 എന്ന സംഖ്യയിൽ എത്ര നൂറുകൾ ഉണ്ട് എന്നാണ്. ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദർ ഇൻ 9875? അതിന്റെ എത്രയാ? 98 നൂറുകളാ. ബാക്കിയൊക്കെ 75 അല്ലെ. ബാക്കി എന്ന് പറയുന്നത് 75, അത്രേ ഉള്ളൂ. 98 100 എന്ന് പറഞ്ഞാൽ എത്രയായി? 98,000. പിന്നെ എത്രയാ ബാക്കി കൂടി ആവാനുള്ളത്? 75. ബാക്കി 75 ആണ്. അപ്പൊ എത്ര നൂറുകളാണ് ഉള്ളത്? 98 നൂറുകൾ. 98 നൂറുകളാണുള്ളത്. 98 നൂറ് നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രയാണ്? 90 അല്ലെ. ബാക്കി എത്ര? 75. അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ കാണണമെന്നില്ല. നിങ്ങളോട് എത്ര നൂറുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് 9875 എന്ന സംഖ്യയിൽ എത്ര നൂറുണ്ട്? എത്ര നൂറ്? 98 നൂറ്. ഇനി 8875 എത്ര നൂറുണ്ട്? അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. 88 നൂറ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ ചോദ്യങ്ങളൊക്കെ എന്റെ മക്കൾ നന്നായിട്ട് ചെയ്തു നോക്കണം എന്ന് പറയാണ്. ഇത് കണ്ടിട്ട് അങ്ങ് പോയാൽ പറയാം. മാത്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ മാത്സ് നമുക്ക് പഠിക്കാൻ പറ്റൂ. ബാക്കിയുള്ള വിഷയങ്ങൾ പോലെ നിങ്ങൾ അങ്ങോട്ട് വായിച്ചു നോക്കി അല്ലെങ്കിൽ ഒന്ന് അല്ലെ വീഡിയോ കണ്ടു കഴിഞ്ഞ് അങ്ങനെയൊക്കെ നിങ്ങൾ തലയിൽ കയറും. മാത്സ് എന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപോയോണ്ട് മാത്രം നമുക്ക് തലയിൽ കയറണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്തുകൂടെ നോക്കണം. അങ്ങനെ ചെയ്തുകൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതൊന്നും ഏറ്റവും വലിയ സംഭവം എന്നല്ല എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സിഎം കിഡ്സ് എന്ന് പറയുന്ന ഈ പ്രാവശ്യത്തെ പരീക്ഷ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ ഓരോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ വീഡിയോകളും കാണാം, എല്ലാ വിഷയത്തിന്റെയും വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ കയറുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു വരുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ബൈ മക്കളെ.